ഒട്ടും ഗൗരവം കുറയ്ക്കാതെ തന്നെ അവൻ പറഞ്ഞു. അവളൊന്നും മിണ്ടാതെ അവനോടൊപ്പം താഴേക്ക് നടന്നു. അവരെ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ട് ഹാളിൽ സോഫയിലിരിക്കുന്ന ഗൗതമിൻ്റെ മുത്തച്ഛി ശാരദ ഒന്ന് പുഞ്ചിരിച്ചു. അവർ താഴെ എത്തിയതും ശാരദ അനുവിനെ ഒന്ന് അടിമുടി നോക്കി. എന്നിട്ട് പറഞ്ഞു, എന്താ കുട്ടി ഇത്? അത് കേട്ടതും അനു ഒന്ന് ഞെട്ടി, കൂടെ ഗൗതമും. അനു ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിന്നു. അത് കണ്ടിട്ടാണോ ലക്ഷ്മി ചോദിച്ചത്, എന്താ അമ്മേ? സുമംഗലിയായ ഓരോ പെൺകുട്ടിയും നിത്യവും അണിയേണ്ടതും കാത്തു സൂക്ഷിക്കേണ്ടതുമാണ് അവളുടെ കഴുത്തിലെ താലിമാലയും നെറുകയിലെ സിന്ദൂരവും. ഈ കുട്ടി ഇത് അണിഞ്ഞിട്ടില്ല. വിവാഹം ഇന്നലെ കഴിഞ്ഞതല്ലേ ഉള്ളൂ. ശാരദ വാത്സല്യത്തോടെയാണെങ്കിലും ഒരു ശാസന രൂപേണ പറഞ്ഞു. അത് കേട്ടതും അനു കൈകൊണ്ട് നെറ്റിയിലൊന്ന് തൊട്ടു. അപ്പോഴാണ് ആ കാര്യം മറന്നുപോയത്, അവൾ തന്നെ ഓർക്കുന്നത്. ഗൗതം ഉൾപ്പെടെ എല്ലാവരും അവളെ നോക്കി. അനു ദയനീയതയോടെ ആര്യയൊന്ന് നോക്കി. ആര്യ ഒന്നുമില്ല എന്ന അർത്ഥത്തിൽ കണ്ണടച്ച് കാണിച്ചു. ശേഷം അവളുടെ അരികിലേക്ക് വന്നു. അതവൾ മറന്നുപോയതായിരിക്കും മുത്തശ്ശി. അനു, നീ പോയി അതിട്ടിട്ട് വാ. വേണ്ട, ഇനി ഏതായാലും ഒരിക്കൽ കൂടി നമ്മുടെ മുമ്പിൽ നിന്ന് ഗൗതമ തണിഞ്ഞു കൊടുക്കട്ടെ. മോളെ ആര്യ, നീ പോയി സിന്ദൂരെടുത്ത് വാ. അത് കേട്ടതും അനു ഒന്ന് ഞെട്ടി, കൂടെ ഗൗതമും. ആര്യ പോയി സിന്ദൂരം എടുത്തു വന്നു. ശേഷം ശാരദ എല്ലാവരെയും പൂജാമുറിയുടെ മുമ്പിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഗൗതമിനെയും അനുവിനെയും പരസ്പരം അഭിമുഖമായി നിർത്തി. എന്നിട്ട് ശാരദ ആര്യയുടെ കയ്യിൽ നിന്നും ആ സിന്ദൂരം വാങ്ങി ഗൗതമിൻ്റെ കയ്യിൽ കൊടുത്തു. ഇനി മോനത് അവൾ അണിയിക്ക്. അത് കേട്ടതും ഗൗതം അനുവിനെ ഒന്ന് നോക്കി. പിന്നെ ആ സിന്ദൂര ചെപ്പിൽ നിന്നും ഒരു നുള്ളു സിന്ദൂരമെടുത്ത് അവൻ അവളുടെ സീമന്തരേഖ ഒരിക്കൽ കൂടി ചുവപ്പിച്ചു. ആ നിമിഷം അനു അവനെ ഒന്ന് നോക്കി, തിരിച്ചവനും. പക്ഷെ ആ സമയം അവരുടെ രണ്ടുപേരുടെയും കണ്ണുകളിൽ കണ്ട വികാരം എന്താണെന്ന് അവർക്ക് തിരിച്ചറിയാനായില്ല. ഗൗതം അവളുടെ കഴുത്തിൽ കിടക്കുന്ന അവൻ അണിയിച്ച ആ താലിയിലേക്കൊന്ന് കണ്ണുകൾ പതിപ്പിച്ചു. ആ നിമിഷം ഇതിൻ്റെ അവകാശി താനാണെന്ന് അവൻ്റെ മനസ്സൊരു നിമിഷം മന്ത്രിച്ചു. ആ സമയം അവിടെ നിന്നവരുടെ ഒക്കെ ചുണ്ടുകളിൽ പുഞ്ചിരി വിരിഞ്ഞു. ഏട്ടത്തി വാ, ഇനി പോവാം, ഇപ്പം തന്നെ ലേറ്റായി. അത് കേട്ടതും അനു ഉൾപ്പെടെ എല്ലാവരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. അപ്പോൾ അവിടെ കണ്ടത് കോളേജിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുന്ന നീരവിനെയാണ്. അവൻ്റെ ആ ഏട്ടത്തി എന്നുള്ള വിളി അവളിൽ എന്തോ ഒരു ചമ്മലുണ്ടാക്കി. എങ്ങോട്ട്? നീരവിനെയും അനുവിനെയും മാറി മാറി നോക്കിക്കൊണ്ട് ശാരദ ചോദിച്ചു. പക്ഷെ അതിനുള്ള മറുപടി പറഞ്ഞത് ഗൗതമായിരുന്നു. അത് മുത്തശ്ശി, കോളേജിലേക്ക് ഞാനാ പറഞ്ഞത്, ക്ലാസ്സൊന്നും മുടക്കണ്ടെന്ന്. ആ, ഇന്നിനി കോളേജിലൊന്നും പോകണ്ട. നമ്മുടെ കൃഷ്ണനും ഭാര്യയും മകളും വരുന്നുണ്ട്. അപ്പം മോളിവിടെ വേണം. അവർ അനുവിനെ കാണാനാണ് വരുന്നത്. പിന്നെ നീരവ്, നീയും പോകണ്ട. പിന്നെ ഗൗതം ഓഫീസിലും പോകണ്ട. അനുവിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ശാരദ പറഞ്ഞു. അതിനെല്ലാവരും സമ്മതം മൂളി. പക്ഷേ ആ നിമിഷം അനുവിൻ്റെ ഉള്ളൊന്ന് വിങ്ങി. കാരണം ഇന്ന് തൻ്റെ വീട്ടിലേക്ക് പോവാമെന്ന് കരുതിയതായിരുന്നു. ആ നിമിഷങ്ങളിലെല്ലാം അവളുടെ മനസ്സ് തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും നന്ദുവിൻ്റെയും ഒക്കെ ഒന്ന് കാണാനായി വിതുമ്പി. അതിനുശേഷം എല്ലാവരും ഓരോ ജോലിയിൽ ഏർപ്പെട്ടു. ചേച്ചി, ആരാ വരുന്നത്? അടുക്കളയിൽ ജോലി ചെയ്യുന്നതിനിടെ അനു ആര്യയോടായി ചോദിച്ചു. ആ, അത് അച്ഛൻ്റെ ഏട്ടനും ഭാര്യയും മകളുമാണ്. അവരൊക്കെ വിദേശത്തായിരുന്നു. ഇന്നാണ് നാട്ടിലേക്ക് വരുന്നത്. ഇനി മുതൽ അവരൊക്കെ നിൻ്റെ വല്യച്ഛനും വല്യമ്മയൊക്കെയാണ്. ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആര്യ പറഞ്ഞു. തിരിച്ചു അനുവും. പിന്നെ വീണ്ടും അവർ ജോലിയിലേക്ക് മുഴുകി. നിമിഷങ്ങൾക്ക് ശേഷം മുറ്റത്തൊരു കാറ് വന്ന് നിർത്തി. അവരായിരിക്കുമെന്നും പറഞ്ഞ് ശാരദയും ലക്ഷ്മിയും മേനോനും അങ്ങോട്ട് ചെന്നു. കാറിൽ നിന്ന് കൃഷ്ണനും ഭാര്യ കൗസല്യയും മകൾ ആരതിയും ഇറങ്ങി. അവരെ കണ്ടതും ലക്ഷ്മിയും മേനോനും ശാരദയും അവർക്ക് നേരെ ഒരു പുഞ്ചിരി സമ്മാനിച്ചു. ശേഷം അവരെ അകത്തേക്ക് സ്വീകരിച്ചു. അവർ സ്വീകരണ മുറിയിൽ സ്ഥാനമുറപ്പിച്ചു. അവരെ കണ്ടതും ഗൗതമും നീരവും അങ്ങോട്ടേക്ക് ചെന്നു. എന്നിട്ടൊന്ന് പുഞ്ചിരിച്ചു. പിന്നെ അവരുമായി സംസാരത്തിലേർപ്പെട്ടു. അല്ല ഗൗതം, എവിടെ നിന്റെ ഭാര്യ? കണ്ടില്ലല്ലോ. അവൾ ഗൗതമിനോടായി ചോദിച്ചു. ആ, പറയുന്ന പോലെ അവളെവിടെ? അത് കേട്ടതും ഗൗതം ആര്യയെ ഒന്ന് നോക്കി. ആ, അനു മുകളിലെ മോളെ കൂടി ഇരിക്കുന്നുണ്ട്, ഞാൻ പോയി വിളിച്ചു വരാം. അതും പറഞ്ഞ് ആര്യ മുകളിലേക്ക് പോയി. ശേഷം അനുവിനെയും കൂട്ടി താഴേക്ക് വന്നു. ആ സമയം എല്ലാവരും അവളിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചു. ഗൗതം ഉൾപ്പെടെ മുമ്പിലേക്ക് മാടി ഒതുക്കിയിട്ട മുടിയും നെറുകയിലെ സിന്ദൂരവും കഴുത്തിലെ താലിയും പിന്നെ ആ വെള്ളാരക്കൽ മുക്കുത്തിയുമെല്ലാമായി അവളെ തന്നെ അവൻ ഇമ വെട്ടാതെ നോക്കി. ആഹാ, ആളും നല്ല ഗ്ലാമറാണല്ലോ. അനുവിനെ നോക്കി ആരതി ഗൗതമിൻ്റെ ചെവിയിൽ സ്വകാര്യമെന്ന പോലെ പറഞ്ഞു. അതായിരുന്നു അവനെ അവളിൽ നിന്ന് കണ്ണെടുപ്പിച്ചത്. അനു എല്ലാവർക്കും നേരെ ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ കല്യാണിയും കൃഷ്ണനും അവളോട് ഓരോ കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി. പിന്നെ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഗൗതമും അനുവും ആര്യയും നീരവും ആരതിയും ഒരുമിച്ചിരിക്കുകയായിരുന്നു.
അതിനിടയ്ക്കാണ് ആരതി അത് പറഞ്ഞത്. ഗൗതം, എന്നാലും നീ വല്ലാത്ത പണിയാ കാണിച്ചേ. ഇങ്ങനെയൊരു സംഭവം നടന്നാൽ നിനക്ക് എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നു, ഞാൻ ഓടി വന്നേനെ. ആരതി ഗൗതമിനോടായി പറഞ്ഞു. അത് കേട്ടതും ഗൗതം ഒന്ന് പുഞ്ചിരിച്ചു. കേട്ടോ അനു, നിന്റെ ഈ ഭർത്താവിനെ ചെറുപ്പം മുതൽക്കേ ഞാൻ മനസ്സിൽ കൊണ്ട് നടന്നതാ. പക്ഷെ കല്യാണപ്രായമായ കാര്യം പറഞ്ഞപ്പം അവൻ എന്നെ പെങ്ങളായിട്ടേ കാണാൻ പറ്റുള്ളൂ എന്ന്. പിന്നെ ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞൊന്ന് റെഡിയാക്കി വന്നപ്പോഴേക്കും അവൻ മറ്റൊരുത്തിയെ പ്രേമിച്ചു. അവരുടെ കല്യാണം കാണേണ്ടെന്ന് കരുതിയാണ് ഇന്നലെ വരാഞ്ഞത്. പക്ഷെ അപ്പം തന്നെ അവൾ ഒളിച്ചോടി. ആ സ്പോട്ടിൽ അവൻ നിന്നെ കെട്ടി. ഇങ്ങനെയൊക്കെ ആവുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇന്നലെ തന്നെ വന്നേനെ. എന്നാൽ നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി ഇപ്പം എൻ്റെ കഴുത്തിൽ കിടന്നേനെ. ഒരു നിരാശയോടെ ആരതി പറഞ്ഞു. അത് കേട്ടതും അനു ആരതിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ശേഷം ഗൗതമിനെയും ഗൗതമും ആരെയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. എന്തോ ആരതി ആ പറഞ്ഞത് അനുവിന് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. അനു ഉൾപ്പെടെ കൊച്ചുമക്കൾ എല്ലാവരും കൂടെ ശാരദയുടെ അടുത്ത് പോയിരുന്നു. ശാരദ അവർക്ക് പണ്ടത്തെ അവരുടെ ഓരോ കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ അതിനിടയ്ക്കും പലതവണ ഗൗതമിൻ്റെ മിഴികൾ അനുവിനെയും അവളുടെ ആ വെള്ളാരക്കൽ മുക്കുത്തിയെയും തേടിപ്പോയിരുന്നു. ഒരുപാട് തവണ അവരുടെ കണ്ണുകൾ പരസ്പരം മുടക്കി. രാത്രി അനു ആര്യയുടെ കൂടെ കിടക്കാൻ ചെന്നപ്പോഴാണ് ഇന്ന് ആര്യയുടെ കൂടെയാണ് കിടക്കുന്നതെന്ന് മനസ്സിലായത്. അതുകൊണ്ട് അനുവിനോട് ലക്ഷ്മി ഗൗതമിൻ്റെ കൂടെ പോയി കിടക്കാൻ പറഞ്ഞു. അത് കേട്ടതും അനു ഒന്ന് പരിങ്ങി. മോളെ, എത്ര ദിവസം വെച്ച് നിങ്ങളിങ്ങനെ അകന്ന് നിൽക്കാം? മോള് പോയി അവൻ്റെ കൂടെ കിടന്നോ, പതിയെ എല്ലാം ശരിയായിക്കോളും. ഒന്നുമില്ലെങ്കിലും നിങ്ങൾ വിവാഹിതരാണ്. ലക്ഷ്മി അനുവിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവളെ റൂം വരെ കൊണ്ടാക്കി. അനു ചെറിയൊരു ഭയത്തോടുകൂടെ റൂമിലേക്ക് കയറി. ഗൗതം അവിടെ ബെഡിൽ പതിവ് പോലെ ലാപ്പിൽ എന്തോ നോക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് അവൻ വാതിലിനരികിൽ പരിങ്ങി നിൽക്കുന്ന അനുവിനെ കണ്ടത്. അവളെ കണ്ടതും അവൻ അവളെ തന്നെ നോക്കി. ശേഷം ബെഡിൽ നിന്നും എഴുന്നേറ്റ് ബെഡ്ഷീറ്റൊക്കെ നേരെയാക്കി. അതും പറഞ്ഞുകൊണ്ട് അവൻ സോഫയിൽ പോയി വീണു. അവൻ്റെ വർക്ക് തുടർന്നു. അനു ഒന്നും മിണ്ടാതെ ചെന്ന് കട്ടിലിൻ്റെ ഒരു അറ്റത്ത് കിടന്നു. പക്ഷെ അവൾക്ക് മനസമാധാനത്തോടെ ഉറങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഗൗതം അവിടെ നിന്ന് എഴുന്നേറ്റ് ലാപ്പ് അടച്ചു വെച്ച് പോയി ഡോറ് ലോക്ക് ചെയ്തു. ആ സൗണ്ട് കേട്ടതും അനു ഒന്ന് ഞെട്ടി. ഒരു തരം ഭീതി അവളിൽ ഉടലെടുത്തു. പിന്നെ പെട്ടെന്ന് തന്നെ ഗൗതം ലൈറ്റ് അണച്ചു. എന്നിട്ട് അവൻ പോയി സോഫയിൽ കിടന്നു. അത് കണ്ടപ്പം അനുവിൻ്റെ മനസ്സൊന്ന് ശാന്തമായി. ശേഷം നിദ്രാദേവിയെ കൂട്ടുപിടിച്ചുകൊണ്ട് അവൻ അന്നത്തെ രാത്രിയും തങ്ങളി നീക്കി. അടുത്ത ദിവസം രാവിലെ അനു ഉറക്കമെഴുന്നേറ്റപ്പോൾ അവൾ ഗൗതമിനെ അവിടെയെങ്ങും കണ്ടില്ല. അവൻ ജോഗിങ്ങിന് പോയി കാണുമെന്ന് അവൾ ഓർത്തു. പിന്നെ പെട്ടെന്ന് തന്നെ എണീച്ച് ഫ്രഷ് ആവാൻ ബാത്റൂമിലേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് അതവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഡോർ അകത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതെന്താ, ഡോർ അകത്തുനിന്ന് ലോക്ക് ചെയ്തതാണല്ലോ. അപ്പോൾ ഗൗതം ജോഗിങ്ങിന് പോയില്ലേ? അനു സ്വയമേ പറഞ്ഞു. ഇല്ല. പിന്നിൽ നിന്നുള്ള ശബ്ദം കേട്ടതും അവളൊന്ന് തിരിഞ്ഞു നോക്കി. ബാത്റൂമിൻ്റെ ഡോർ അടച്ചു വരുന്ന ഗൗതമിനെയാണ് അവൾ കണ്ടത്. അതെന്തേ? അവൾ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. അത് കേട്ടതും അവൻ അവളെ ഒന്ന് നോക്കി. ശേഷം പറഞ്ഞു, ഒന്നുമില്ല, പോവാൻ തോന്നിയില്ല. അതും പറഞ്ഞവൻ ലാപ്പും തുറന്ന് അതിൻ്റെ മുമ്പിലിരുന്നു. താനാരോടോ? പ്രധാനമന്ത്രിയുടെ മോനോ? എന്തൊരു ചടയോ? ചുണ്ടു ചുളുക്കിക്കൊണ്ട് അതും മനസ്സിൽ പറഞ്ഞ് അനു പോയി ഫ്രഷായി. ഫ്രഷായ ശേഷം ഡ്രസ്സൊക്കെ മാറി താഴേക്ക് ഇറങ്ങാൻ നിന്നപ്പോഴാണ് ഇന്നലെ സംഭവിച്ചതൊക്കെ ഓർമ്മ വന്നത്. പിന്നെ അനു പെട്ടെന്ന് തന്നെ കണ്ണാടിയുടെ മുമ്പിൽ പോയി സിന്ദൂര ചെപ്പിൽ നിന്ന് ഒരു നുള്ളി സിന്ദൂരമെടുത്ത് അത് അവളുടെ നെറുകയിൽ ചാർത്തി. അത് കണ്ടിട്ടാവണം ഗൗതം അവളെ ഒന്ന് നോക്കി. ശേഷം അവളുടെ സീമന്തരേഖയിലെ സിന്ദൂരത്തിലേക്കും. അതവനിൽ ഒരനുഭൂതി ഉടലെടുത്തു പോകും. പിന്നെ അനു താഴേക്കിറങ്ങി. എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാതൽ കഴിക്കുന്നതിനിടയിലാണ് നീരവ് അത് ചോദിച്ചത്. ഏട്ടൻ നിന്ന് ജോഗിങ്ങിന് പോയില്ലേ? നീരവ് ഒന്ന് ആക്കി ചോദിച്ചു. ഇല്ല. ഗൗതം ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെന്ത് പറ്റിയേട്ടാ? സാധാരണ അത് മുടക്കുന്ന പതിവില്ലല്ലോ. അവൻ വീണ്ടും ചോദിച്ചു. അത് കേട്ടതും എല്ലാവരും അനുവിനെയും ഗൗതമിനെയും മാറി മാറി നോക്കി. അനു എന്താണെന്നുള്ള രീതിയിൽ തിരിച്ചു. ശേഷം ശാരദ നീരവിൻ്റെ തലക്കിട്ടൊന്ന് കൊട്ടി. പിന്നെ പറഞ്ഞു, നീ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് കോളേജിൽ പോകാൻ നോക്ക്, അവൻ്റെ വിവരം തിരക്കാതെ. എന്തോ മനസ്സിലായ പോലെ ശാരദ ഒന്ന് അർത്ഥം വെച്ച് പറഞ്ഞു. അത് കേട്ടതും അനു ഒന്ന് ഞെട്ടി അവൾ ഗൗതമിനെ ഒന്ന് നോക്കി. അവൻ തിരിച്ചു. പിന്നെ അവർ ചുറ്റും നോക്കിയപ്പം എല്ലാവരും അവരെ തന്നെ നോക്കുന്നുണ്ട്. ആകെ നാണക്കേടായി. ഇതിനു വേണ്ടിയാണ് ഇങ്ങനെ ജോഗിങ്ങിന് പോവാതിരുന്നത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അനുവും നീരവും കോളേജിലേക്കും ഗൗതം ഓഫീസിലേക്കും പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഇന്ന് ഗൗതം തന്നെ അനുവിനെ കോളേജിൽ കൊണ്ടാക്കണമെന്നുള്ള മുത്തശ്ശിയുടെ ആജ്ഞ വന്നത്. പിന്നെ ഗൗതമും അനുവും നീരവും കൂടെ ഒരുമിച്ച് പോയി.
അനു ഗൗതമിൻ്റെ കൂടെ ഫ്രണ്ടിലായിരുന്നു ഇരുന്നത്. പോകുന്ന വഴിയിൽ അവർ അനുവിൻ്റെ വീട്ടിൽ കയറി ബുക്കും ബാഗും ഒക്കെ എടുക്കാൻ അവിടെ എത്തിയപ്പം എല്ലാവരും പരസ്പരം കണ്ട സന്തോഷത്തിൽ കരച്ചിലൊക്കെയായി. പിന്നെ കുറച്ചു നേരം അവിടെ നിൽക്കാൻ കിഷോറും ദേവിയും ഒക്കെ നിർബന്ധിച്ചെങ്കിലും തിരക്കുള്ളതിനാൽ അവർ പെട്ടെന്ന് തന്നെ ഇറങ്ങി. കോളേജിലെത്തിയ ശേഷം അനു കാറിൽ നിന്നും ഇറങ്ങുമ്പോൾ അവൾ കഴുത്തിലെ താലിയിലേക്കൊന്ന് നോക്കി. പെട്ടെന്ന് ഇതൊക്കെ കാണുമ്പോൾ എല്ലാവരും എന്ത് കരുതുമെന്നോർത്ത് അവളൊന്ന് കുഴഞ്ഞു. അത് കണ്ടിട്ടാവണം നീരവ് പറഞ്ഞത്. ഏട്ടത്തി പേടിക്കണ്ട, എല്ലാവരോടും ഞാൻ പറഞ്ഞോളാം ഇതെൻ്റെ ഏട്ടത്തിയാണെന്ന് നീരവ് സന്തോഷത്തോടെ പറഞ്ഞു. അത് കേട്ടതും അനു ഒന്ന് പുഞ്ചിരിച്ചു. ശേഷം അവൾ കാറിൽ നിന്നും ഇറങ്ങി നീരവിനോടൊപ്പം നടക്കാൻ തുനിഞ്ഞതും ആരോ വന്ന് അവളുടെ കൈ പിടിച്ചു. നോക്കിയപ്പോൾ ഗൗതം. അവൾ അത്ഭുതത്തോടെ അവനെ തന്നെ നോക്കി. പക്ഷെ അവൻ നേരെ നോക്കി നടന്നു. അത് കണ്ട് നീരവ് ഒന്ന് പുഞ്ചിരിച്ചു. ശേഷം അവൻ ക്ലാസ്സിലേക്ക് പോയി. അനുവിൻ്റെ കൈ പിടിച്ച് നടക്കുന്ന ഗൗതമിനെയും അനുവിനെയും ആ സമയം ഗ്രൗണ്ടിലുള്ളവരെല്ലാം അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്. ഇത് കണ്ട് അച്ചുവും അലിയും അവരെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. എടേ, ഇവരിത്ര പെട്ടെന്ന് നന്നായോ? ഇന്നലെ വിളിച്ചപ്പോൾ അവളിതൊന്നും പറഞ്ഞില്ലല്ലോ. ശരിയാ, ഇതെന്താ പെട്ടെന്ന് സംഭവിച്ചത്? അവൻ്റെ കൈ പിടിച്ച് നടക്കുന്ന തന്നെ പലരും അസൂയയോടെ നോക്കുന്നത് അനുവിൽ ഒരു തരം സന്തോഷത്തെ ഉണ്ടാക്കി. ശേഷം അവളെ ക്ലാസ്സിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന അച്ചുവിൻ്റെയും അലിയുടെയും അടുത്താക്കി. എന്നിട്ട് പറഞ്ഞു, ഇനി ആരും ഒന്നും വിചാരിക്കില്ല. അതും പറഞ്ഞ് ഗൗതം ഒന്ന് ഓഫീസിലും കയറി തിരിച്ചുപോയി. അവൻ പോയതും അലിയും അച്ചുവും അവളെ ചോദ്യങ്ങൾ കൊണ്ട് മൂടി. സത്യം പറഞ്ഞ അന്നത്തോടെ അനു കോളേജിലെ താരമായി. കോളേജിൻ്റെ ഓണറായ ഗൗതം മേനോൻ്റെ ഭാര്യ. അതായിരുന്നു കാരണം. തിരിച്ചവരെ പിക്ക് ചെയ്യാൻ വന്നതും ഗൗതം തന്നെയായിരുന്നു. അവർ വീട്ടിലെത്തിയതും അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവർ കാറിൽ നിന്നും ഇറങ്ങി. ഏകദേശം അനുവിന് അപരിചിതമായ 10ഓളം മുഖങ്ങൾ അവിടെ ഉണ്ട്. നീരവ്, ഇതൊക്കെ ആരാ? അനു മെല്ലെ നീരവിനോട് ചോദിച്ചു. ഇതൊക്കെ ഏട്ടൻ്റെ ഫ്രണ്ട്സാണ്. അതൊക്കെ, പക്ഷെ ഇവരൊക്കെ ഇപ്പം എന്താ ഇവിടെ? വല്ല പ്രോഗ്രാമും ഉണ്ടോ? അറിയില്ല. അതും പറഞ്ഞവൻ കൈ മലർത്തി. അപ്പോഴേക്കും കുറച്ച് പേര് അവരുടെ അടുത്തേക്ക് വന്നു. ഹായ് ഗൗതം, ഞങ്ങൾ ലേറ്റ് ആയില്ലല്ലോ? അതിൽ നിന്നും ഒരു പെൺകുട്ടി പറഞ്ഞു. ആള് കുറച്ച് മോഡേൺ ആണ്. ഏയ് നോ. ഗൗതം, ഇതാരാ? അവൾ വീണ്ടും അനുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് കേട്ടതും അവൻ അനുവിനെ ഒന്ന് നോക്കി. ശേഷം പറഞ്ഞു, വൈഫാണ്, അനാമിക, ഗൗതം മേനോൻ. അവനത് പറഞ്ഞതും അനു ഗൗതമിനെ ഒന്ന് നോക്കി. ഓ ഹായ് അനു, ഞാൻ ദീപ്തി. അനു, അങ്ങനെ വിളിച്ചാൽ പോരെ? അതും പറഞ്ഞുകൊണ്ട് അവൾ അനുവിന് നേരെ കൈ നീട്ടി. അനു ചിരിച്ചുകൊണ്ട് കൈ കൊടുത്തു. അനു, ഒന്നും തോന്നരുത്, ഞാൻ പെട്ടെന്ന് നിഖിതയാണ് ഓർത്തത്, അതുകൊണ്ടാണ് ആരാന്ന് ചോദിച്ചത്. അവൾ ഗൗതമിനെ നോക്കിക്കൊണ്ടത് പറഞ്ഞു. പക്ഷേ ഗൗതമിൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നുമില്ലായിരുന്നു. ഏയ്, ഇറ്റ്സ് ഓക്കെ. പിന്നെ എല്ലാവരും വന്ന് അവളെ പരിചയപ്പെടാൻ തുടങ്ങി. പിന്നെ ഒരു വിധത്തിൽ അവൾ അവിടെ നിന്ന് എസ്കേപ്പായി. അകത്ത് ചെന്ന് ആര്യയോട് ചോദിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത്. വിവാഹത്തിന് ശേഷം അവർക്കൊക്കെ ഇന്നൊരു ചെറിയ പാർട്ടി കൊടുക്കുകയാണെന്നും ഇനിയും കുറച്ച് പേരൂടെ വരാനുണ്ടെന്നും പിന്നെ ആര്യ അനുവിനോട് മുകളിൽ ബെഡിൽ ഡ്രസ്സ് വെച്ചിട്ടുണ്ടെന്നും പോയി അതിട്ട് വരാനും പറഞ്ഞു. പിന്നെ അനു റൂമിലേക്ക് പോയി കുറച്ചു നേരം അവിടെ ഇരുന്നു. പിന്നെ ഫ്രഷായി ആര്യ പറഞ്ഞതനുസരിച്ച് ഡ്രസ്സ് മാറി. റെഡ് കളറിൽ ഗോൾഡൻ കളർ ഹെവി വർക്കുള്ള സാരിയായിരുന്നു വേഷം. മുടി സാദാ പോലെ അഴിച്ചിട്ടു. പിന്നെ കഴുത്തിൽ താലി മാത്രം, കാതിൽ ചെറിയൊരു കമ്മലും, പിന്നെ വെള്ളാരക്കൽ മുക്കുത്തിയും. അനു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് സിന്ദൂരം എടുത്തിട്ട് അതൊന്ന് റെഡിയാക്കുമ്പോഴാണ് ആരോ പെട്ടെന്ന് ഡോറ് തുറന്നത്. അനു ഒന്ന് ഞെട്ടിത്തിരിഞ്ഞതും ഗൗതമായിരുന്നു. അവനൊരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു. ആ നോട്ടം അവളെ ചെറുതായിട്ടെങ്കിലും അലോസരപ്പെടുത്തിയതുകൊണ്ടാവാം അവൾ മുഖം വെട്ടിച്ചത്. അത് മനസ്സിലാക്കിയ ഗൗതം നോട്ടം മാറ്റി. പിന്നെ അവൻ ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. പിന്നെ അവൻ ഫ്രഷായി വന്ന ശേഷം അവർ ഒരുമിച്ച് താഴേക്കിറങ്ങി. അവരെ കണ്ടതും അവിടെയുള്ള എല്ലാവരും അവരെ ശ്രദ്ധ പതിപ്പിച്ചു. പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു. അങ്ങനെ ഏകദേശം പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് എല്ലാവരും വെറുതെ ഇരിക്കുമ്പോഴാണ് ദീപ്തി അത് പറഞ്ഞത്. സോ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഒരു അടിപൊളി പാർട്ടിയൊക്കെ കിട്ടി. ഇനി നമുക്ക് നമ്മുടെ ന്യൂ മാരീഡ് കപ്പിൾസായ ഗൗതമിൻ്റെയും അനുവിൻ്റെയും ഒരു റൊമാൻറ്റിക് ഡാൻസ് കണ്ടാലോ? അവളത് പറഞ്ഞതും ഗൗതമും അനുവും മുഖത്തോട് മുഖം നോക്കി. ബാക്കി എല്ലാവരും അത് കൈയടിച്ച് പാസ്സാക്കി.